ഗുഡ് ഈവനിങ് ഓൾ. ഡെയിലി മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നല്ലൊരു വോളറ്റൈൽ ഡേ ആയിരുന്നു. നിഫ്റ്റി 23,000 ഈവൻ 23,100 വരെ നിഫ്റ്റി ബ്രേക്ക് ചെയ്തു. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ 49,500 എബോവ് പോയി. ബട്ട് നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു, നമുക്ക് ഒരു റീട്രേസ്മെൻറ്റിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. നമുക്ക് അടുത്തൊരു മൂവിന് മുമ്പായിട്ട് റീട്രേസ്മെൻറ്റിന് വേണ്ടി, അതായത് ചെറിയൊരു ഡൗൺ സൈഡിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈവൻ രാവിലെ തന്നെ ടെലിഗ്രാം ചാനലിൽ ഞാൻ ആ ഒരു മെസ്സേജും കൊടുത്തിരുന്നു. അപ്പോൾ അതിന് ശേഷം മാത്രം ഒരു അപ്സൈഡ് മൂവ്മെൻറ്റിന് വേണ്ടി നോക്കാം. ഇൻട്രാഡേയിൽ നമുക്ക് സുഖമായിട്ട് ഈവൻ നമുക്ക് നമ്മുടെ ഡിമാൻഡ് സോണിൽ നിന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ടായിരുന്നു നമുക്ക് നല്ലൊരു മൂവ് കിട്ടിയത്. ബട്ട് ഹോൾ ട്രെൻഡ് നല്ല രീതിയിലേക്ക്, അതായത് മീൻസ് ഒരു കണ്ടിന്യൂസ് ട്രെൻഡ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി നമുക്കൊരു ഷെയ്ക്ക്, അതായത് നമ്മൾ നേരത്തെ ലാസ്റ്റ് വീക്കൊക്കെ പറഞ്ഞ മാതിരി നമുക്ക് ഇനി ഒരു ഷെയ്ക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. അതായത് കുറച്ച് ഇനി വേണമെങ്കിൽ ലിക്വിഡിറ്റി അബ്സോർബേഷൻ എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പ്രതീക്ഷിക്കാം. അപ്പോൾ കുറച്ചൊന്ന് ഡൗൺ സൈഡ് വന്നിട്ട് കുറേ ഇപ്പോൾ SLO അല്ലെങ്കിൽ കുറേ ബയോഡേഴ്സോ എന്ത് വേണമെങ്കിലും, അതല്ലെങ്കിൽ ഇനി മാർക്കറ്റ് ഷെയ്ക്ക് ചെയ്യണമെന്നോ അതും വേണമെങ്കിൽ പറയാം. അപ്പോൾ അതൊക്കെ മാർക്കറ്റ് ടേംസ് ആണ്. ബട്ട് നമ്മൾ പറയുമ്പോൾ ഒരു റീട്രേസ്മെൻറ്റിന് വേണ്ടി പ്രതീക്ഷിക്കുക. അവിടെ നിന്ന് നല്ലൊരു സ്ട്രാറ്റജി, ഒരു ബുൾ കോൺട്രോ അല്ലെങ്കിൽ ഒരു സ്പ്രെഡ് സ്ട്രാറ്റജി ഉപയോഗിച്ചാൽ ലിമിറ്റഡ് ലോസിൽ തന്നെ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലാസ്റ്റ് വെക്കുക. അപ്പോൾ ഇനി നമ്മൾ ശരിക്കും ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 22,800 ഒന്ന് ഓൾറെഡി ഇന്ന് ആ ലാസ്റ്റത്തെ 3 PM ശേഷമുള്ള ഫോളിൽ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, ചാർട്ടിലേക്ക് നോക്കിയിട്ട് നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണേ എന്നുള്ള കാര്യം ഒന്നും കൂടി നോക്കാം. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ മാർക്കറ്റ്. നമുക്ക് നമ്മുടെ മാർക്കറ്റ് അനാലിസിസിലേക്ക് തന്നെ നമുക്ക് ക്വിക്കായിട്ട് പോവാം. ഓക്കെ, അതിന് മുമ്പ് നമ്മൾ ഓൾറെഡി നമ്മുടെ ടെലിഗ്രാം ചാനൽ നമ്മൾ ഷെയർ ചെയ്ത് നമ്മുടെ ഡിമാൻഡ് സോൺ ആൻഡ് വിക്സ് വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ കാര്യങ്ങളൊക്കെ ഇൻഫോം ചെയ്തിരുന്നു. ആൻഡ് നമുക്കറിയാം, ഇവിടെ ഡിമാൻഡ് സോണിൽ നിന്ന് സപ്ലൈ എടുത്തിട്ടായിരുന്നു നിഫ്റ്റിയുടെ ഇവിടെ നിഫ്റ്റി എക്സാക്ട് ഡിമാൻഡ് സോണിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് നിഫ്റ്റി പിന്നെ അവിടെ നിന്ന് ഒരു റിവേഴ്സ് ആവാനൊക്കെ ശ്രമിച്ചത്. അപ്പോൾ അതൊക്കെ നമ്മൾ ചാനലിലൊക്കെ എല്ലാം കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തു. ഇവിടെയാണ് നമ്മൾ രാവിലെ തന്നെ നമ്മളൊരു ഇത് കൊടുത്തായിരുന്നു, ഒരു നിഫ്റ്റീന് ഒരു റീട്രേസ്മെൻറ്റ് ലെവൽ ഈവൻ 22,200 ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ബട്ട് ഇന്നത്തെ ലോ എടുത്തത് 22,850 ആ ലെവൽസ് ഒക്കെ വരെയും ഇന്ന് ആ ലോ വന്നിട്ടുമുണ്ട്. നമുക്ക് നോക്കാം ഇനി ആ ലോ അവിടെ നിന്ന് തന്നെ സപ്പോർട്ട് എടുത്ത് പോവോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്വിക്ക് അനാലിസിസ് ചെയ്തിട്ട് തന്നെ നമുക്കൊന്ന് നോക്കാം എങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇൻട്രാഡേ അനാലിസിസിൽ പറഞ്ഞ മാതിരി നമുക്ക് ഒരു ഫ്ലാറ്റ് ഈവൻ പോസിറ്റീവ് ഓപ്പണിംഗ് ആയിരുന്നു ഉണ്ടായത്. ബട്ട് ഒരു ഡിമാൻഡ് സോണിൽ നിന്ന് സപ്ലൈ എടുത്തിട്ടാണ് പിന്നെ നമുക്ക് സപ്ലൈ സോണിലേക്ക് പോയി പിന്നെ അവിടെ നിന്നൊരു ഫാൾ ഉണ്ടായിരുന്നത് ഈവൻ നമുക്ക് ഡിമാൻഡ് സോണിൽ തന്നെയാണ് ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നതും ആ സോൺ. പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞത് 22 ലോ എടുത്തേക്കുന്നത് 22,871 ആണ്. നമുക്ക് നോക്കാം ഇനി ആ ലോയിലേക്ക് വീണ്ടും വരോ ഇല്ലേ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി നമുക്കൊന്ന് ഇതായത് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് അനാലിസിസ് എങ്ങനെയാണ്, മാക്സിമം കോൾ ആൻഡ് പുട്ട് റൈറ്റിങ്സ് ഒക്കെ എവിടെയാണ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് തന്നെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓപ്പൺ ഇൻട്രസ്റ്റ് നിഫ്റ്റി 29th May എക്സ്പയറി. ഓക്കെ, ഇത് ബാങ്ക് നിഫ്റ്റിയാണ്. നിഫ്റ്റി 30th May ആണ് എക്സ്പയറി. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയുടെ നോക്കാൻ നേരത്തെ നിഫ്റ്റിക്ക് മാക്സിമം പുട്ട് റൈറ്റിംഗ് 23,000 അപ്പോൾ മേ ബി ഇന്നത്തെ ലോ ഒരു സപ്പോർട്ട് എടുക്കാൻ തന്നെ ഹൈ ചാൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് എല്ലാ സ്ഥലത്തും സ്റ്റിൽ ആ കോൾ അൺവൈൻഡിങ് ഒക്കെ ഇപ്പോഴും നമുക്ക് നടക്കുന്നതായിട്ട് കാണാം. അപ്പോൾ മാക്സിമം പുട്ട് റൈറ്റിംഗ് വന്നേക്കുന്നത് 23,000 ആണ്. പിന്നെ 22,500 ഈവൻ ബാക്കി എല്ലാ സ്ട്രൈക്കിലും അത്യാവശ്യം പുട്ട് റൈറ്റിംഗ് ഉണ്ട് ആൻഡ് കോൾ അൺവൈൻഡിങ് ഉണ്ട്. പിന്നെ 23,100 23,200 ഓൾമോസ്റ്റ് സെയിം ഈക്വൽ ആയിട്ട് തന്നെ കോൾ റൈറ്റിംഗ് വരുന്നു. അവിടെയും സ്ലൈറ്റ്ലി പുട്ട് റൈറ്റിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ട്രാഡിൽ ഫോർമേഷൻ തന്നെയാണ് 23,000 ബട്ട് 23,000 സ്റ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അവിടെ പുട്ട് റൈറ്റിംഗ് തന്നെയാണ് ഹ്യൂജായിട്ട് നിൽക്കുന്നത്. കുറച്ച് സ്ട്രോങ് ആയിട്ട് പുട്ട് റൈറ്റിംഗ് നിൽക്കുന്നുണ്ട്. കോൾ റൈറ്റിംഗും ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്, ബട്ട് ലാർജ്ലി പുട്ട് റൈറ്റിംഗ് ആയിട്ട് നിൽക്കുന്നു. പിന്നെ നമുക്ക് ലാർജ് സപ്പോർട്ട് വരുന്നത് 22,500 ആണ്. ബട്ട് 22,800 700 ഒക്കെ അത്യാവശ്യം പുട്ട് റൈറ്റിംഗ് വരുന്നു. ബട്ട് ഇന്ന് നമുക്ക് പുട്ട് റൈറ്റിംഗ് നല്ല രീതിയിൽ ഉണ്ടായിട്ടില്ല. ബട്ട് കോൾ ആൻഡ് വൈൻഡിങ് അവിടെ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ 22,800 700 ഓൾമോസ്റ്റ് നമുക്ക് അവിടെയൊക്കെ നല്ല സപ്പോർട്ട് എടുക്കാൻ ചാൻസ് ഉണ്ട്. 22,500 നമുക്ക് നല്ല സപ്പോർട്ട് ഏരിയ ലെവൽ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. വലിയ രീതിയിൽ നമുക്ക് മാറ്റങ്ങളൊന്നും അനാലിസിസിൽ വെച്ച് കാണാൻ കഴിയുന്നില്ല. 22,100 to 22,200 ലെവൽ, ഈ ലെവലൊന്ന് 22 അല്ലല്ല
22 അല്ല 23,200 ലെവലാണ് നമുക്ക് ഇനി ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മേ ബി നല്ല രീതിയിലൊന്ന് ഫേസ് ചെയ്യാനുള്ള ചാൻസ് ആയിട്ട് നിൽക്കുക. അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ അപ്പോൾ ഇനിയും ഒരു ഡൗൺ സൈഡ് കിട്ടണമെങ്കിൽ മാക്സിമം നമുക്ക് മുകളിലേക്ക് തന്നെ ടാർഗറ്റ് ചെയ്ത് തന്നെ പോവാം. ബിക്കോസ് 23,000 പുട്ട് റൈറ്റിംഗ് ഇപ്പോഴും ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ഒരു ഇന്നത്തെ മീൻസ് OA അനാലിസിസിൽ വെച്ച് പറയാനുള്ളത്. ദെൻ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് മീൻസ് ബാങ്ക് നിഫ്റ്റി സെയിം ആണെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ബാങ്ക് നിഫ്റ്റി പോസിറ്റീവ് ഓപ്പണിംഗ് ആയിരുന്നു. പിന്നെ ഈവൻ നിഫ്റ്റി താഴേക്ക് വന്നപ്പോൾ ബാങ്ക് നിഫ്റ്റി എടുത്തത് അപ്സൈഡ് റാലി തന്നെയായിരുന്നു. ആൻഡ് സപ്ലൈ സോണായിരുന്നു കുറച്ചൊന്ന് റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത്, ബട്ട് അത് ബ്രേക്ക് ചെയ്തു. പിന്നെ ഒരു ഓൾമോസ്റ്റ് ഒരു 49,700 വരെ ഉള്ള ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ടാണ് കുറച്ച് കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് ഒരു ഫോൾ ഉണ്ടായത്. ഈവൻ 49,000 ഒന്ന് ജസ്റ്റ് ബാങ്ക് നിഫ്റ്റി ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ആ ലോ ലെവലിൽ. അപ്പോൾ ഇനി നമുക്ക് നാളത്തേക്കുള്ള മാർക്കറ്റിൽ വെച്ച് നോക്കുമ്പോൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ലെവൽസ് കാര്യങ്ങൾ. അപ്പോൾ അതോടൊപ്പം തന്നെ OA വെച്ചിട്ട് നമുക്ക് എവിടെയാണ് മാക്സിമം കോൾ ആൻഡ് പുട്ട് റൈറ്റിംഗ് എന്ന് നോക്കാം. അപ്പോൾ മാക്സിമം ബാങ്ക് നിഫ്റ്റീനെ ഒന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റി 29th എക്സ്പയറിയിൽ OA ഡാറ്റ മാക്സിമം കോൾ ആൻഡ് പുട്ട് റൈറ്റിംഗ് എവിടെയുണ്ടെന്ന് നോക്കാം. സ്റ്റിൽ 49,000 എന്താണ് 49,000 അൺവൈൻഡിങ് നടക്കുന്നുണ്ട്. പുട്ട് റൈറ്റിംഗ് കയറി വരുന്നുണ്ട്, പോസിറ്റീവാണ്. ആൻഡ് 49,500 പുട്ട് റൈറ്റിംഗ് ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. കോൾ റൈറ്റിംഗും അവിടെ ബിൽഡ് ചെയ്ത് തന്നെ വരുന്നുണ്ട്. ബട്ട് നമ്മൾ ലാർജസ്റ്റ് കോൾ റൈറ്റിംഗ് വരുന്നത് 50,000 ആണ്. അബ്സല്യൂട്ട് ഫൈനാണ്. ബാക്കി എല്ലാ സ്ട്രൈക്കിലും അത്യാവശ്യം പുട്ട് റൈറ്റിംഗ് മിക്ക സ്ട്രൈക്കിലും സ്പ്ലിറ്റ് ചെയ്ത് കിടക്കുന്നതായിട്ട് കാണാം. ആൻഡ് ബിലോ ദാറ്റ് 49,300 ബിലോയിൽ എല്ലാ സ്ഥലത്തും കോൾ അൺവൈൻഡിങ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പോസിറ്റീവാണ്. ബാങ്ക് നിഫ്റ്റിയും സ്റ്റിൽ പോസിറ്റിവിറ്റി കണ്ടിന്യൂ ചെയ്ത് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ 49,500 വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു സ്ട്രാഡിൽ എന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഈവൻ നമുക്കൊരു ചെറിയ റെസിസ്റ്റൻസ് അവിടെ 49,500 കാണാം. ബട്ട് അതത്ര വലിയ റെസിസ്റ്റൻസ് ആവാൻ ചാൻസ് ഇല്ല. എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ടേക്കാം. ലൈറ്റ് റെഡാണ് കൊടുത്തേക്കുന്നത്. അവിടെ നമുക്ക് പുട്ട് റൈറ്റിങ്ങും കൂടി വരുന്നുണ്ട്. അപ്പോൾ പുട്ട് റൈറ്റിങ്ങും സ്ലൈറ്റായിട്ട് ഈവൻ റെഡിനെക്കാട്ടും സ്ലോ ആയിട്ട് തന്നെയാണ് അത് നിൽക്കുന്നത്. 49,000 കോൾ അൺവൈൻഡിങ് നടക്കുന്നുണ്ട്. 49,000 സപ്പോർട്ട് തന്നെയാണ്. ഈവൻ കോൾ അൺവൈൻഡിങ്ങും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ പുട്ട് റൈറ്റിംഗ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ മീൻസ് അവിടെ നല്ലൊരു സപ്പോർട്ടായിട്ട് നിൽക്കാൻ ഇപ്പോഴും നല്ല ചാൻസ് നിൽക്കുന്നുണ്ട്. ആൻഡ് മാക്സിമം കോൾ റൈറ്റിംഗ് വന്നേക്കുന്നത് 50,000 ആണ്. അപ്പോൾ 50,000 ആണ് നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ഇനി ഫീൽ ചെയ്യാനുള്ളത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ ഫേസിങ് അല്ലെങ്കിൽ ഗോയിങ് ടു 50,000 എന്ന് വേണമെങ്കിൽ അബ്സല്യൂട്ട് നമുക്ക് ആ ഒരു ലെവൽ ഓഫ് ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ OA അനാലിസിസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഒരു ഡൗൺഫോൾ വന്നാൽ മാക്സിമം നമുക്ക് ബൈ ചെയ്യാനുള്ള റീസണ് ഈവൻ നമുക്ക് OAസിൽ നിന്ന് തന്നെ നമുക്ക് OA അനാലിസിസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി കിട്ടി എന്ന് വിചാരിക്കുന്നു. പോസിറ്റിവിറ്റിയാണ് OA അനാലിസിസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഇനി നമുക്ക് FIDA ഡാറ്റ ഒന്ന് നോക്കാം. FIDA ഡാറ്റ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ 27th മെയ്യിൽ FIDA ഡാറ്റ അപ്ഡേറ്റ് ആയിട്ടില്ല. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. മീൻസ് സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നും എന്താ പറയുക, നമുക്ക് ഒരു റിവേഴ്സും കാര്യങ്ങളൊന്നും തൽക്കാലം നമുക്ക് പ്രതീക്ഷിക്കേണ്ട വരില്ല എന്ന് തന്നെ നമുക്കൊന്ന് വിശ്വസിക്കാം. ഈവൻ പോസിറ്റിവിറ്റി കണ്ടിന്യൂ ചെയ്യും എന്ന് തന്നെ ആയിരിക്കണം മാർക്കറ്റ് ഉണ്ടായത്. അപ്പോൾ ഡിപ്പിൽ നിന്ന് നമുക്ക് ബൈ ചെയ്യാമെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒന്ന് 4 hour ടൈം ഫ്രെയിമും കൂടി വെച്ചൊന്ന് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു ബൈ ഏരിയ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നല്ലൊരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു, നല്ലൊരു ബൈയിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഒരു 22,800 വേണമെങ്കിൽ ഇനിയും ഒരു ടെസ്റ്റിങ്ങിന് വന്നെയാണെങ്കിൽ അവിടെ വെച്ചിട്ടൊന്ന് ബൈ ചെയ്താൽ ഇവിടെ നിന്ന് ഒരു അപ്സൈഡ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈവൻ 23,200+ ലെവൽസിലേക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് മാർക്കറ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇനി ഈ ലെവൽ ഓഫ് ടെസ്റ്റിംഗ് വന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഏരിയയിൽ വെച്ചിട്ടൊരു എന്താ പറയുക നമ്മളൊരു ബുൾ കോൾ സ്പ്രെഡിൽ മാക്സിമം കയറാൻ നോക്കുക. ബിക്കോസ് അത്രക്കും വോളറ്റൈലിറ്റിയാണ്. നിഫ്റ്റി വിക്സൊക്കെ ഹ്യൂജായിട്ട് തന്നെ ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. സ്പ്രെഡ് മാക്സിമം ഈ വീക്ക് കയറുമ്പോൾ സിംഗിൾ സ്ട്രൈക്ക് മാക്സിമം ഒഴിവാക്കുക. ബിക്കോസ് അത്രയും വോളറ്റൈലിറ്റി വരുന്നു. അപ്പോൾ പ്രീമിയംസ് അത്രയും സ്പൈക്ക് വരാനുള്ള ചാൻസ് ഹ്യൂജായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ലെവലിൽ നിങ്ങൾ ബൈ ചെയ്യാനാണെങ്കിലും മീൻസ് ഒരു ഓപ്ഷൻ ബൈയിങ്ങും ദെൻ ഒരെണ്ണം സെല്ലിംഗ് ആയിട്ടൊരു സ്പ്രെഡ് സ്ട്രാറ്റജി വെച്ച് പോവുകയാണെങ്കിൽ ഈവൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു ഫോൾ വന്നാൽ
വന്നാലും പേടിക്കേണ്ട കാര്യമില്ല. വൺസ് റാലി വന്നാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു റിസ്ക് റിവാർഡും കൂടി മാനേജ് ചെയ്താൽ നല്ല പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് തന്നെയുണ്ട്. അപ്പോൾ ബിക്കോസ് ഇനി നമുക്ക് കുറച്ച് അൺസർട്ടനിറ്റി കാര്യങ്ങളാണ്, നെക്സ്റ്റ് വീക്കാണ് നമുക്ക് റിസൾട്ട് വരുന്നത്. അപ്പോൾ ആ കാര്യങ്ങളുണ്ട്, അതിനനുസരിച്ചുള്ള ഒരു ട്രേഡിംഗ് പ്ലാനും ഞാൻ സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. മാക്സിമം ആ ഒരു വീഡിയോ നാളെ തന്നെ മീൻസ് നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് അതോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിലും നല്ലൊരു ബുൾ റണ്ണിലാണ്. ഈവൻ നമുക്ക് ഇവിടെ നിന്ന് നല്ലൊരു ബ്രേക്ക് ഔട്ട് ഉണ്ടായിട്ട് കണ്ടിന്യൂസ് ടു 49,500 ആണ്. അവിടെ നിന്നൊരു ചെറിയൊരു റിട്രേസ്മെൻറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ 49ലേക്കൊക്കെ ബിലോ ആയിട്ട് വന്നാൽ അബ്സല്യൂട്ട്ലി നമുക്കൊരു മേളിലേക്ക് പോകാനുള്ള സ്ട്രാറ്റജി, നേരത്തെ പറഞ്ഞ മാതിരി ഒരു സ്ട്രാറ്റജി നോക്കുക. ബിക്കോസ് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ഇനി 2 ദിവസമേ ഉള്ളൂ. വെനസ്ഡേ ആയതുകൊണ്ട് മീൻസ് കുറച്ച് ഫാസ്റ്റ് ആവാൻ ഇനി ഇവിടെ നിന്നൊരു കൺസോൾട്ടേഷൻ വന്നാലും ഞങ്ങൾ സ്ട്രാറ്റജി വൈസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരിക. അപ്പോൾ കൺസോൾട്ടേഷൻ വന്നാൽ നമുക്ക് ലോസ് ലിമിറ്റഡ് ആയിരിക്കും. ബട്ട് മാക്സിമം ബാങ്ക് നിഫ്റ്റി പുൾ ബാക്ക് ഉണ്ടാക്കാനുള്ള ചാൻസ് ഹൈ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ലോ ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾ ലിമിറ്റഡ് ലോ സ്ട്രാറ്റജി തന്നെ ബാങ്ക് നിഫ്റ്റിക്കും അപ്ലൈ ചെയ്ത് പോവുക. അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഓവറോൾ അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. ഈവൻ ടെലഗ്രാം ചാനലിൽ നല്ല സ്ട്രൈക്ക് വന്നാൽ നമുക്ക് എന്തായാലും അപ്ഡേറ്റ് ചെയ്യാൻ നോക്കാം. ഇനി അതല്ല നിങ്ങളായിട്ട് ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനാണെങ്കിൽ ആ ലോസ് ലിമിറ്റ് ചെയ്തുള്ള സ്ട്രാറ്റജി മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് നമുക്ക് എലക്ഷൻ റിസൾട്ടിന് വേണ്ടിയിട്ട് നല്ല ലിമിറ്റഡ് ലോസ് നമ്മുടെ അധികം എഫക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്നാൽ വോളറ്റൈലിറ്റിയിൽ നമുക്ക് മാക്സിമം നല്ല പ്രോഫിറ്റും കിട്ടുന്ന, ഏതൊരു സൈഡിലേക്ക് പോയാലും പ്രോഫിറ്റും കിട്ടുന്ന ഒരു സ്ട്രാറ്റജി ഞാൻ എന്തായാലും മീൻസ് ആ ഒരു വീഡിയോയിൽ നാളെ തന്നെ മാക്സിമം ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ലൈക്കും ആൻഡ് നിങ്ങളുടെ കമൻസും പിന്നെ സബ്സ്ക്രൈബും ഒക്കെ പ്രതീക്ഷിക്കുകയാണ്. താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. ഒരുപാട് പേര് സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.